മന്ത്രിയായി ചാർജ് എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ ശ്രീ പ്രവീൺ ഒരു മീറ്റ് ദ പ്രസ് നടത്തണം എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് ഞാൻ മീറ്റ് ദ പ്രസ്സിന് വന്നിരുന്നെങ്കിൽ ഏത് വകുപ്പാണ് സാധ്യത, ഏതൊക്കെ വകുപ്പുകളായിരിക്കും ലഭിക്കുക തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് സൂചിപ്പിച്ചു, നമുക്ക് ഇത് കഴിയട്ടെ, വകുപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ വകുപ്പിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാമല്ലോ. അപ്പോൾ അതനുസരിച്ചാണ് വകുപ്പ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ നേരത്തായിരുന്നു സത്യപ്രതിജ്ഞ. 7 ദിവസമായിട്ടേ ഉള്ളൂ. വകുപ്പ് കയ്യിൽ കിട്ടിയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ 4 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, ഹെൽത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ DHSN DME ഒക്കെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുവായിട്ടൊരു ചർച്ച നടത്തി. അതോടൊപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തി. രോഗം പടർന്നു പിടിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോൾ നിങ്ങൾ തന്നെ പല ദിവസങ്ങളിലായിട്ട് പത്രമാധ്യമങ്ങളിലാണ് കൂടുതൽ വന്നത്. പൊതുവായിട്ടുള്ള ചില ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് ഒക്കെ നിങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഓരോ വാർത്തകളുടെയും പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ നിലപാട് സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലത്തെ എന്താ പറയേണ്ടത്, ഞാൻ വകുപ്പിനെ കുറിച്ചൊന്നും എൻ്റെ പൂർവികരെക്കുറിച്ചൊന്നും ഞാൻ വിമർശിക്കുന്നില്ല. ഏതായാലും എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. ഈ മറ്റ് പഴയ സർക്കാരിനെ കുറിച്ച് ഇനി പറയേണ്ട ഒരു കാര്യമല്ല, അതുകൊണ്ടാണല്ലോ ഒരു മാറ്റം ഉണ്ടായത്. 102 സീറ്റ് കിട്ടിയത് കഴിഞ്ഞ ഭരണത്തിൽ അസംതൃപ്തിയായിരുന്നു. ഇനി പഴയതിനെ കുറ്റം പറഞ്ഞിരുന്നൊരു കാര്യമില്ല. ഇനി തുറന്ന് അങ്ങോട്ടുള്ള നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച നടത്തുന്നത്. പൂർണ്ണമായിട്ടിപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ കഴിയില്ലെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ചൊരു സൂചന നൽകുകയാണ്. ഈ മഴക്കാലത്ത് സ്വാഭാവികമായിട്ടും രോഗങ്ങളുടെ തോത് വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അടിയന്തരമായി ആശുപത്രികളിൽ മരുന്നും ഉപകരണങ്ങളും ലഭ്യമാക്കാൻ DMO DHS തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ DMEക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരുന്നുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം അത് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആണെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആണെങ്കിലും ഡിസ്ട്രിക്റ്റ് ആശുപത്രി ആണെങ്കിലും മെഡിക്കൽ കോളേജ് ആണെങ്കിലുമൊക്കെ ആവശ്യത്തിനുള്ള മരുന്നുകൾ അവിടെ കരുതി വയ്ക്കണം. ഒരിക്കലും മരുന്നില്ലാതെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയകൾ, മുൻകാലങ്ങളിൽ കുറച്ച് പരാതി ഉണ്ടായത് ശസ്ത്രക്രിയകളെ സംബന്ധിച്ചാണ്. കർശനമായ സർജിക്കൽ പ്രോട്ടോക്കോൾ പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെയാണ് പലപ്പോഴും നിങ്ങൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റഷീദ് അല്ലേ ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം ഇടയ്ക്ക് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുന്നില്ല. ഏതാണ്ട് മിനിമം ഒരു ദിവസം 10ഓളം രോഗികൾക്ക് സർജറി നടത്താൻ കഴിയും. പക്ഷേ അനസ്തേഷ്യയുടെയൊക്കെ അഭാവം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്ന് പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉൾപ്പെടെ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർമാർക്ക് അവർക്ക് ആവശ്യത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി, പ്രത്യേക അനസ്തേഷ്യ ഒരിക്കലും അതിലൊരു വീഴ്ചയും വരുത്തരുത്. എത്ര ഓപ്പറേഷനാണോ ഡോക്ടർ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള സംവിധാനം അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റും നൽകണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരിയായി പറഞ്ഞാൽ പല രോഗങ്ങളും പടർന്നു പിടിക്കുന്നതിൻ്റെ കാരണം ഈ വൃത്തിയില്ലായ്മ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആശുപത്രികൾ ക്ലീനാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ ആശുപത്രികളും ക്ലീനായി സൂക്ഷിക്കണം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു പ്രോഗ്രാം, സ്റ്റേറ്റ് തല പ്രോഗ്രാം ഞങ്ങൾ 30-ാം തീയതി നടത്തുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് നിങ്ങളെ അറിയിക്കാം.
അതായത് ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജുകളിൽ നിലത്ത് കിടക്കുന്ന ഏർപ്പാട് അവസാനിപ്പിച്ച് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക. അതായത് ആവശ്യത്തിനുള്ള കട്ടിലൊക്കെ നൽകുക ആശുപത്രികൾക്ക്. ഇനി നിലത്ത് കിടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലീനിങ്ങിന്, പൊതുസ്ഥലങ്ങളിൽ ക്ലീനിങ് നടത്താനുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വം നൽകുന്നുണ്ട്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടാനും കുടിവെള്ളം ശുദ്ധീകരിക്കാൻ. പക്ഷേ ക്ലോറിനൊക്കെ ബ്ലീച്ചിങ് പൗഡറും ഒക്കെ ഉപയോഗിച്ച് ഒക്കെ ക്ലീനാക്കുമ്പോൾ വീണ്ടും ചില അതൊക്കെ വൃത്തികേടായി നടത്തുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ആശുപത്രികൾ ക്ലീനാണെങ്കിൽ മാത്രമേ ഡോക്ടർമാർക്ക് അവർ നൽകുന്ന ചികിത്സ ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയുക, അത് സക്സസ് ആവുള്ളൂ. അപ്പോൾ ആശുപത്രി ക്ലീനായി സൂക്ഷിക്കുക, അതോടൊപ്പം തന്നെ മരുന്നുകൾ ലഭ്യമാക്കുക. പിന്നെ ഡോക്ടർമാരുടെ സംഖ്യ കുറവുള്ള സ്ഥലങ്ങൾ, എണ്ണം കുറവുള്ള സ്ഥലങ്ങൾ പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ കൂടുതൽ സ്റ്റാഫ് ഉണ്ടാവും, ചില സ്ഥലത്ത് കുറഞ്ഞ സ്റ്റാഫാണ് ഉണ്ടാവുക. അത് ബാലൻസ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള വകുപ്പിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള നടപടികളെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില മീഡിയയിൽ വരുന്ന വാർത്തകൾ, അത് ഞങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ അത് സ്വീകരിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നോക്കേണ്ടത്, അതിൻ്റെ സത്യസന്ധത ഉറപ്പാക്കിക്കൊണ്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ റിപ്പോർട്ടിൽ ചിലത് സത്യമാണ്, 100% സത്യമാണ്, 1-2 ഫേക്കായിട്ട് കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾ വിമർശിച്ചാലും ആ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആളാണ് ഞാൻ. കാരണം കാര്യങ്ങൾ മനസ്സിലായാൽ മാത്രമേ പ്രതിവിധി കണ്ടെത്താൻ കഴിയൂ. ഇപ്പോൾ രോഗം കണ്ടുപിടിച്ചാലേ ചികിത്സിക്കാൻ കഴിയൂ. ഇപ്പോൾ രോഗം ഇപ്പം ഞാൻ പറഞ്ഞാലേ, ഈ ആശുപത്രി ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അലംഭാവം ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിന് പരിഹാരം ഉണ്ടാക്കും. ഇപ്പോൾ ഞങ്ങളാരും ഡോക്ടർമാരല്ലല്ലോ, ആരോഗ്യമന്ത്രിമാർ ഡോക്ടർമാരല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതുകൂടെ നോക്കിയിട്ടാണ് ഒരു ഗവൺമെൻറ് ഡോക്ടറെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചിട്ടുള്ളത്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ അടുത്ത 2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന് കഴിഞ്ഞ, ഇതൊക്കെ എൻ്റെ കാലത്ത് നടന്നതല്ല, പത്തനംതിട്ടയിൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഒരു വത്സല 64 വയസ്സുള്ള ഒരു സ്ത്രീ, അവർ 8/1/2023 അവിടെ പനിയൊക്കെ ആയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു. ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് അവർ ഡിസ്ചാർജ് ചെയ്ത് പോയി. എന്നാൽ കഴിഞ്ഞ 19-ാം തീയതി അവർ വീണ്ടും ആ ഇഞ്ചക്ട് ചെയ്ത ഭാഗത്ത് വളരെ പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നു. പരിശോധിച്ചപ്പോൾ ഒരു സൂചി അവിടെ ഭദ്രമായിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പുറത്തെടുക്കാൻ നോക്കിയെങ്കിലും പകുതി മാത്രമേ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു CT സ്കാൻ കൂടെ കഴിഞ്ഞിട്ട് അതിങ്ങനെ പൊടിഞ്ഞു പോവാണ്. ഇത്രയും വർഷം ഇരുന്നതുകൊണ്ട് നീഡിൽ പുറത്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവാണ്. അപ്പോൾ പകുതി ഭാഗം പുറത്തെടുത്തു. ഇനി CT സ്കാൻ കൂടെ നടത്തിയതിന് ശേഷം മാത്രമേ അത് ബാക്കി ഭാഗം പുറത്തെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പം അതിനെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞത് 2023 ശേഷം ചിലപ്പോൾ അവർ മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ചികിത്സയ്ക്ക് പോയോ, അങ്ങനെയാണോ ഇത് നീഡിൽ അവിടെ കുടുങ്ങിയത്. അതുകൊണ്ട് ആ സംശയത്തിൻ്റെ ഒരു ആനുകൂല്യം നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ അത് ഞാൻ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. DMOനോട് അന്ന് ബന്ധപ്പെട്ട ഇഞ്ചക്ഷൻ നടത്തിയ നഴ്സാരായിരുന്നു, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ കോഴിക്കോട് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്.
2 ഫാക്കൽറ്റിമാർ അവിടെയുള്ള കുട്ടികളെ പീഡിപ്പിച്ചു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വാസ്തവമാണ്. അതനുസരിച്ച് അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം എന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവരുടെ പ്രവൃത്തി എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കാരണം 2 പേരും സ്ത്രീകളാണ്. ഏതായാലും അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്തിട്ട് അവരിനി ഈ പോസ്റ്റിന് ഫിറ്റാണോ എന്ന് റിപ്പോർട്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. കൗൺസിലിംഗ് നൽകണം, അവർ ഈ പ്രവൃത്തിക്ക് ഫിറ്റാണോ എന്നും കൂടെ പരിശോധിക്കും. ഇതാണ് എനിക്ക് കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ബാക്കിയുള്ളത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സംബന്ധിച്ച വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ചോദ്യങ്ങളാവാം. മറുപടി പറയാൻ ഉള്ള ഡേറ്റാസ് കയ്യിലുണ്ടെങ്കിൽ മറുപടി പറയാം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ അറിയിക്കുന്നു. മൈക്ക് തരണ്ട. അല്ല, ഈ ടി വിയിൽ കാണുന്നവർ പലരും ചോദിച്ചായിരുന്നു. ആ, എല്ലാത്തിൻ്റെയും കൊടുക്കാനുള്ള കുടിശ്ശികൾ കൊടുത്തു കൊടുക്കും. ഒരു മെഡിക്കൽ ഉപകരണം തിരിച്ചെടുക്കേണ്ടി വരില്ല. നമുക്ക് ആരോഗ്യത്തിൻ്റെ കഴിഞ്ഞെങ്കിൽ ദേവസ്ഥയിലേക്ക് കിടക്കാം. അല്ല, അതുകൊണ്ടാണ് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. എങ്കിൽ തന്നെ എല്ലാത്തിനും മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്ന സമ്പ്രദായം നിൽക്കും. പിന്നെ അതോടൊപ്പം നേരത്തെ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്ത് അന്ന് അനുവദിച്ച മെഡിക്കൽ കോളേജുകൾ 2 നിർത്തലാക്കി. തിരുവനന്തപുരം, ഹരിപ്പാട്. അത് 2 പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിപ്പോഴൊരു മെഡിക്കൽ കോളേജ് ആയിട്ടില്ല. ധാരാളം പരിമിതികളുണ്ട്. അതിലേറ്റവും പ്രയാസം നേരിടുന്നത് വയനാടാണ്. വയനാട് UDF സർക്കാരിൻ്റെ കാലത്ത് 50 ഏക്കറോളം സ്ഥലം ശ്രീ MP വീരേന്ദ്രകുമാർ സൗജന്യമായി അന്ന് സർക്കാരിന് വിട്ടു നൽകി. അവിടെ ആശുപത്രിക്കുള്ള തറക്കല്ലിട്ടു. ശ്രീമാൻ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു. അതേ സ്ഥലത്ത് ഭരണമാറ്റം ഉണ്ടായപ്പോൾ ശൈല ടീച്ചർ ഒരു തറക്കല്ലും കൂടി ഇട്ടു. അപ്പോഴേക്കും പ്രളയം വന്നു. അപ്പോൾ ഈ പ്രദേശം പ്രളയം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ LDF സർക്കാർ പ്രപ്പോസൽ ക്യാൻസൽ ചെയ്തു. പിന്നീട് 2021 ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് മാനന്തവാടി ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി പ്രഖ്യാപിച്ചു. ഇപ്പം അതിൻ്റെ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് പോകുന്നില്ല. അതിൻ്റെ കാരണം ഇതിൻ്റെ അടുത്തുള്ള ഡെവലപ്പ് ചെയ്യേണ്ട പ്രദേശങ്ങളൊക്കെ ഫോറസ്റ്റിൻ്റെ കീഴിലാണ്. ഏതാണ്ട് 20 ഏക്കറോളം സ്ഥലം ഫോറസ്റ്റ് വിട്ടു തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. അതിന് പകരം സ്ഥലം ഞങ്ങൾ കണ്ടെത്തി കൊടുക്കാം, ഫോറസ്റ്റിന് കൈമാറാൻ എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് പെർമിഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും വീരേന്ദ്രകുമാർ വിട്ടുതന്ന 50 ഏക്കർ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇനി മാനന്തവാടിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ മറ്റ് പ്രാദേശിക പ്രശ്നം, ഒന്നാമത് സ്ഥലം സെലക്ട് ചെയ്തതിന് തികച്ച അശാസ്ത്രീയമായിട്ടാണ് സ്ഥലം സെലക്ട് ചെയ്തത്. പക്ഷേ ഒരു സർക്കാർ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് വേറെ സർക്കാർ ക്യാൻസൽ ചെയ്യുന്നത് ശരിയല്ല. ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിന് ഫോറസ്റ്റ് കൂടെ സഹായിച്ചാൽ മാത്രമേ അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അത് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ഡോക്ടറെ കുറ്റപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ്. ഉടൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടിൽ ഡോക്ടറെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായതായിട്ട് സൂചിപ്പിച്ചിട്ടില്ല. നടപടി എടുക്കാൻ ചുമതലപ്പെടുത്തി. ഞാൻ പറയാം, പല ആശുപത്രികളുടെയും കെട്ടിടങ്ങളുണ്ട്. കിഫ്ബി ഉപയോഗിച്ച് കെട്ടിടം പണിതു. ഒരിടത്തും ഡോക്ടർമാരുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ കഴിഞ്ഞ സർക്കാരിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാനല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ,
ഏതായാലും ഞങ്ങൾക്ക് കുറേ കെട്ടിടങ്ങൾ കിട്ടിയിട്ട് അതിലൊക്കെ ഡോക്ടർമാരെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്, ഡോക്ടർമാരും സ്റ്റാഫിനെ. അപ്പോൾ ആ കെട്ടിടം പ്രവർത്തിക്കാമല്ലോ. ആ കേസ് എനിക്കും അറിയാം, മുഖ്യമന്ത്രിക്കും അറിയാം. ഞങ്ങളിന്ന് ക്യാബിനറ്റിൽ ആ കാര്യം ആലോചിക്കട്ടെ, മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് ചെയ്യാം. തീർച്ചയായിട്ടും. അല്ല, അത് നോക്കാം, അത് പരിശോധിക്കാം. അതിൻ്റെ പ്രൊവിഷൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിപ്പോൾ അന്ന് CM ആയിട്ട് ആലോചിക്കട്ടെ. ഞാനതുകൊണ്ടാണത് അതിനെക്കുറിച്ച് ഓപ്പൺ കമൻറ്റ് ചെയ്യാത്തത്. അതിൻ്റെ നിയമവശം കൂടെ നോക്കണം. ഏതായാലും അവർക്ക് അങ്ങനെ തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വശം പരിശോധിച്ച് കൊടുക്കാം. അതായത് അന്ന് ആരാണ് ഈ ഇഞ്ചക്ഷൻ എടുത്തത്, അവരാരാണെന്ന് കണ്ടുപിടിച്ച് അവർക്ക് പറയാനുള്ളതും കൂടെ കേട്ടതിന് ശേഷം ഏതായാലും നടപടി സ്വീകരിക്കുന്ന കാര്യം ഉറപ്പാണ്. ഈ റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നില്ല. എന്തായാലും നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി. ഇതിനൊരു വെള്ളവീശൽ റിപ്പോർട്ടാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് ഇഞ്ചക്ഷൻ എടുത്തതല്ല യാഥാർത്ഥ്യമാണ്. അതായത് ഇഞ്ചക്ഷൻ എടുത്തത് 2023-ലാണ്. ഈ 3 വർഷത്തിനിടയ്ക്ക് അവർ ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ആശുപത്രിയെ സമീപിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 3 വർഷത്തിനിടയ്ക്ക് അവർ മറ്റു വല്ല സ്ഥലത്തും പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തോ എന്നൊക്കെയാണ് ഇതിന് സംശയം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സംശയത്തിൻ്റെ ആനുകൂല്യം നൽകുന്നില്ല. അന്ന് ഇഞ്ചക്ഷൻ എടുത്ത ആരാണ് അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. എല്ലാ റിപ്പോർട്ടുകളും കിട്ടിയ ഉടനെ അങ്ങനെ അത് അംഗീകരിക്കില്ല. ഈ റിപ്പോർട്ട് എനിക്ക് വിശ്വാസമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കാം. ഇപ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ആ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. പാരിപ്പള്ളി അതുണ്ട്, അതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് റിലീസ് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കുന്നുണ്ട്. സ്ഥലം MP കൂടിയായിട്ടുള്ള പ്രേമേന്ദ്രൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ മാത്രമല്ല, അസംബ്ലിൻ്റെ ഇടയിലൊന്ന് അവിടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നുമുണ്ട്. അത് ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കൊടുത്തിരുന്നില്ല, കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതിൽ ഗവൺമെൻറ്റിന് തുറന്ന സമീപനം. സെൻട്രൽ ഗവൺമെൻറ് ഏത് സ്ഥലമാണ് അനുയോജ്യമായിട്ട് പറയുന്നത് ആ സ്ഥലം വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അങ്ങനെ വാശിയൊന്നുമില്ല. ഇപ്പോൾ വേറെ സജഷൻ ചിലർ പറഞ്ഞു, ഞാൻ അതിൻ്റെ വശങ്ങൾ ആലോചിച്ചിട്ടില്ല. ഈ പാലക്കാട് നമ്മൾ മറ്റേ റെയിൽവേക്ക് വേണ്ടി കുറേ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ. അത് അവർ ആ റെയിൽവേയുടെ നിർദ്ദേശങ്ങളൊക്കെ അവർ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ ആ സ്ഥലം ഇപ്പോഴും ഉണ്ട്. ഇനി അവിടെ തുടങ്ങാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു സ്ഥലത്തിനോട് അലർജിയില്ല. ബാലുശ്ശേരിയിൽ കുറേ ഗവൺമെൻറ് ലാൻഡ് അക്വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ അതിന് തയ്യാറാണ്. അതല്ല പാലക്കാട് വേണമെങ്കിൽ അവിടെ, തിരുവനന്തപുരത്ത് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ അതും തയ്യാറാണ്. പക്ഷേ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, എവിടെയാണെങ്കിലും കുഴപ്പമില്ല, സ്ഥലം വേണമെന്ന് മാത്രം. കാസർഗോഡ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് പരിശോധിച്ച്, ആരോഗ്യ മന്ത്രാലയം പരിശോധിച്ച് ഏത് സ്ഥലമാണ് അത് ഞങ്ങൾ വിട്ടുകൊടുക്കാം. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എയിംസ് വരണം കേരളത്തിൽ. ഞാൻ MP ആയിരുന്ന സമയത്ത് പാർലമെൻറ്റിൽ സബ്മിഷൻ ഉന്നയിക്കുക മാത്രമല്ല, എസ്റ്റിമേറ്റ് കമ്മിറ്റി വന്നപ്പോൾ ഈ കാര്യം അന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. പക്ഷെ അന്ന് അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുത്ത നിലപാട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. എയിംസ് വരാൻ വേണ്ടി ഏത് സ്ഥലമാണ് സെലക്ട് ചെയ്യുന്നത് അത് ആ സ്ഥലം ഞങ്ങൾ അക്വയർ ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ചോദിച്ചാൽ തൃശ്ശൂരിങ്ങനെ ഒരു സ്ഥലം ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അവിടുത്തെ MP പോലും തൃശ്ശൂരല്ല, വേറെ സ്ഥലം, അധികം ആലപ്പുഴയാണ്. ആലപ്പുഴ ആണെങ്കിൽ ഒന്നും കുഴപ്പമില്ല.
എല്ലാ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കും, പക്ഷെ മുൻവിധി ഉണ്ടാവില്ല. ആരെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണത്തിന് ഈ സർക്കാർ തയ്യാറല്ല. അങ്ങനെ നേരം കളയാനുമില്ല. എല്ലാ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കാം. ആ അത് കുറേ റിപ്പോർട്ടുകൾ തേടിയിട്ട് റിപ്പോർട്ടുകളൊന്നും വാങ്ങി വെച്ചതായിട്ട് കണ്ടിട്ടില്ല. ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ നിരന്തരം വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തിനാ വെറുതെ വേസ്റ്റ് ബോക്സിന് എണ്ണം കൂട്ടുന്നതിനാ? അങ്ങനെ പിഴവില്ലാന്ന് എഴുതി തന്നാൽ അതേപടി വിശ്വസിക്കുന്ന ആളല്ല ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. ആവശ്യപ്പെട്ടാൽ, ബന്ധപ്പെട്ട കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ ആവശ്യപ്പെട്ടാൽ, പരാതിക്കാർ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിന്മേൽ നടപടി സ്വീകരിക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കണം. ഗേറ്റ് തുറന്നിട്ടാൽ രാത്രി ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് അത് അടച്ചിട്ടതെന്ന് ചോദിച്ചതിന് ശേഷം വേണം ഒരു നിലപാടെടുക്കാൻ. ഏതായാലും ഒരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ ഒരു പത്രത്തിൽ കണ്ടത്, കോവിഡ് കാലത്തിന് മുമ്പ് മെഡിക്കൽ കോളേജിൽ 4 മുതൽ 6 വരെ ഫ്രീ ആയിട്ട് മറ്റേ പേഷ്യൻസിന് അവരുടെ റിലേറ്റീവ്സിനെ കയറ്റിയിരുന്നു. അത് കയറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പഴയതുപോലെ തന്നെ, കോവിഡിന് മുമ്പുള്ള കാലം പോലെ തന്നെ വിസിറ്റേഴ്സിന് അവിടെ പ്രവേശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാ? 4 to 6. കഴിഞ്ഞ ദിവസം മിനിസ്റ്ററുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ലിസ്റ്റ് GAD പുറത്തിറക്കി. അതിനകത്ത് മുമ്പ് ദേവസ്വം ബോർഡ് സെക്രട്ടറി ആവാൻ വേണ്ടി ബിരുദാനന്തര ബിരുദ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ച് ഹാജരാക്കിയ ഒരാളുടെ ആ പേരല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാൻ എടുത്തിട്ടുള്ള ആൾ. രണ്ടും പേരൊന്നാണെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഉൾപ്പെടെ നേരത്തെ ശക്തമായ ആരോപണം ഉന്നയിച്ച UDF-ആണ്. നേരത്തെ മന്ത്രിയായിരുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളൊരു അത് സംബന്ധിച്ച് പ്രത്യേകിച്ച് അന്വേഷണം അങ്ങനെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്, ഹൈക്കോടതിയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത്. ഹൈക്കോടതിയുടെ പെർമിഷൻ കൂടാതെ അതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണമെന്നാണ് ക്യാബിനറ്റിൽ വന്നിട്ട നിർദ്ദേശം. അതിന് സർക്കാരിന്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അതേ നയം തന്നെയാണ് UDF സർക്കാർ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ എല്ലായിടത്തും ഈ വരുന്ന എബോളയുടെ വിദേശത്ത് നിന്ന് വരുന്നവരെ നിരീക്ഷിക്കാൻ ഇതുവരെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ നമുക്ക് കേരളത്തിൻ്റെ ഒരു എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാവരും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അവർ വരുമ്പോൾ ഇനി അത് കൊണ്ടുവരുന്നുണ്ടോ എന്നും കൂടെ പരിശോധിക്കുന്നുണ്ട്. അതിന് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതെ ഞാൻ പറയാം, ഇതിൻ്റെയൊക്കെ വിപുലമായിട്ട് ഇപ്പം ഞാൻ 4 ദിവസമായിട്ടുള്ളൂ. ഇപ്പം ഞാൻ പറയുന്നത് ഈ മഴക്കാല ശുചീകരണമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ബാക്കിയുള്ള വിഷയങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് ഉചിതമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അതിലൊരു കാര്യം ഞാൻ പറയാം, അത് ഈ ശരിക്കുള്ള അതിൻ്റെ നോംസ് പാലിച്ചുകൊണ്ട് തന്നെ നടപടി ആയിട്ട് മുന്നോട്ട് ഒരിക്കലും അതിൽ വെള്ളം ചേർക്കില്ല. അതിൻ്റെ റൂൾ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതിലൊരു തെറ്റിദ്ധാരണയും വേണ്ട. കാരണം +2കാർ പ്രസവം എടുക്കുമെന്ന് പറയുന്നതൊന്നും ശരിയല്ല, അതൊന്നും അനുവദിക്കില്ല. നമുക്ക് മിനിസ്റ്റർക്ക് ക്യാബിനറ്റ് ഉള്ളതാണ്. ഒരു ചോദ്യം കൂടി ആവാം. അതാണ് ഞങ്ങൾ നോക്കുന്നത്. അതിൻ്റെ നിയമവശം പരിശോധിക്കുക.
അത് പരിഗണനയിലുണ്ട്. ആ ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു പ്രാഥമിക യോഗം കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിന് അത് ചെയ്യും. അതിൻ്റെ പ്രാഥമിക യോഗം കഴിഞ്ഞിട്ടുണ്ട്.